ഫിലിപ്പ് മമ്പാട് വിഷയം സംഗതി എല്ലാവരും അറിഞ്ഞു കാണും. മോട്ടിവേഷൻ സ്പീക്കറായ ഫിലിപ്പ് മമ്പാട് പോലീസുകാരനായിരുന്നു. പിന്നെ VRS എടുത്ത് പിരിഞ്ഞ് മോട്ടിവേഷൻ സ്പീക്കിങ്ങിലേക്ക് ഇറങ്ങിയ ഫിലിപ്പ് മമ്പാട്. ഈ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ കുറേ പേര് അയ്യോ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അമ്മേ ഫിലിപ്പ് സാർ ഇങ്ങനെ ചെയ്യുമോ, അയ്യോ ഫിലിപ്പ് സാറോ എന്നുള്ള അവിശ്വസനീയത ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നതായിട്ട് കണ്ടു. പിന്നെ പേഴ്സണലി നമുക്കറിയാവുന്നവരുടെ ഇടയിലും ഇതേപോലൊരു അവിശ്വസനീയമായിട്ടുള്ള ഫിലിപ്പ് സാറോ എന്നുള്ള രീതിയിലുള്ള കുറേ ടോക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഈ വ്യക്തിയുടെ ഒരു ഇൻട്രാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി എനിക്ക് പറയാനുണ്ട്. അതൊന്ന്. അതല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഈ കോണ്ടൻറ്റുകൾ ചെയ്യുന്ന ഒരാളാണല്ലോ, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വള്ളി കേസുകളൊക്കെ പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു വ്യക്തി എന്നോട് ഈ ഫിലിപ്പ് മമ്പാടുമായിട്ട് എന്തോ ഒരു ബിസിനസ് ഡീലിൻ്റെ സംഗതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫിനാൻഷ്യൽ പരിപാടികളിൽ ഈ വ്യക്തി അയാൾക്ക് വെച്ചൊരു ലോക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസുകാരൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ആ പറഞ്ഞ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ സംസാരിച്ച് പിന്നെ അവരത് ബിസിനസ് ഓണാക്കിയതിന് ശേഷം ലേറ്റർ ഓൺ ഈ ഫിലിപ്പ് മമ്പാട് ആ വ്യക്തിക്ക് കൊടുത്തൊരു പണിയെക്കുറിച്ചൊക്കെ ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊക്കെ അവർ നിയമപരമായിട്ടും അവർ രണ്ടുപേരും പേഴ്സണലി തീർത്തു പോയ വിഷയങ്ങളായി മാറിയതുകൊണ്ട് പിന്നെ അത് സോഷ്യൽ മീഡിയയിലൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ പലർക്കും ഭയങ്കര പേടിയാണ് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ. കാരണം ദ സോ കോൾഡ് നന്മമരം, ചാരിറ്റി, മോട്ടിവേഷൻ, അൾട്രാ മോട്ടിവേഷൻ, ഭയങ്കര നന്മയിലുണ്ണിയായിട്ട് വന്നിരുന്ന എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന, ഒച്ചയെടുത്ത് സംസാരിക്കാത്ത, വളരെ കാണുമ്പോൾ തന്നെ ഭയങ്കര വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു തരം ഭയങ്കര അതിഭീകരമായ ആക്സെപ്റ്റൻസ് നമ്മുടെ സൊസൈറ്റി കൊടുക്കാറുണ്ട്. അവരെന്താ എങ്ങനെയാണെന്നൊന്നുമില്ല, അവരുടെ റിയൽ ഫേസ് കണ്ടുകൊണ്ട് അവർ റിയാലിറ്റി എന്താണെന്നുള്ളത് ഒരിക്കലും ചെക്ക് ചെയ്യാതെ ആ റീല് മാത്രം ആക്സെപ്റ്റ് ചെയ്ത് വെച്ച് മുന്നോട്ട് പോകുന്നൊരു സൊസൈറ്റിയോട് നമ്മൾ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്നുള്ളത് വേറൊരു സംഗതിയാണ്. ഇപ്പം എന്താണെങ്കിലും ഈ വിഷയത്തിൽ രണ്ട് ഭാഗം എന്ന് പറയാനില്ല. ഒരു മോസ്റ്റ് മെജോറിറ്റിയും ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും വിശ്വസിക്കുന്നത് ഈ വ്യക്തിയെ കുടുക്കിയതാണ് ഒരു കേസിൽ നിന്നാണ്. അങ്ങനെ ഒരു മോസ്റ്റ് മെജോറിറ്റി വിശ്വസിക്കാൻ കാരണം ഇയാളുടെ സോഷ്യൽ മീഡിയ, ഈ നന്മമരം അല്ലെങ്കിൽ മോട്ടിവേഷൻ ആ ഒരു പ്രൊഫൈലിൻ്റെ ഇമ്പാക്റ്റ് കൂടിയാണ്. എന്താണെങ്കിലും കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ന്യൂസിൽ വന്നത് ഞാനിവിടെ ആദ്യം പ്ലേ ചെയ്യാം. ഇന്നലെ രാത്രിയാണ് ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 2025 സെപ്റ്റംബർ മാസത്തിൽ 16-കാരിയെ കാസർഗോഡ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. മോട്ടിവേഷണൽ സ്പീക്കറാണ് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ഈ പെരിന്തൽമണ്ണ പോലീസിൽ SI ആയി ജോലി ചെയ്തു വരവേ അവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആളാണ്. പിന്നീട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു പിന്നെ പൊതുയിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. പെൺകുട്ടി ഈ സ്കൂളിലെ കൗൺസിലിംഗിടെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ചൈൽഡ് ലൈനിൽ നിന്ന് ചേവായൂർ പോലീസിന് പരാതി കൈമാറുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂർ മമ്പാട് സ്വദേശിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ഇങ്ങോട്ടേക്ക് കൈമാറുകയും നിലമ്പൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു നടപടികൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025 സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ പീഡനത്തിന് സമാനമായ കാര്യങ്ങൾ കാസർഗോഡ് കൊണ്ടുപോയി ചെയ്തത് എന്നാണ് പെൺകുട്ടി ഈ പറയുന്നത് പോലെ ഈ കൗൺസിലിംഗിടെ മൊഴി നൽകിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ സ്പീക്കിന്റെ ഭാഗമായി ഇദ്ദേഹം ഈ പെൺകുട്ടിയെ കാസർഗോഡേക്ക് കൊണ്ടുപോവുകയും അതിനിടയിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതിയുള്ളത്. ഇനിയിപ്പോൾ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് പോലീസ്. 2025 സെപ്റ്റംബറിൽ നടന്ന ഒരു ലൈംഗികാതിക്രമ കേസിലാണ്, പോക്സോ കേസിലാണ് നിലവിൽ ഈ ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതോടൊപ്പം തന്നെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തും വെച്ച് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നുള്ളതാണ് പരാതി എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി ഇയാളെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ നിലവിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് സ്വദേശിയായ ഒരു 16-കാരിയാണ് പരാതിക്കാരി. അവരാദ്യം പരാതി നൽകിയത് ചേവായൂർ സ്റ്റേഷനിലാണ്. പിന്നീടാണ് അത് നിലമ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിലവിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ സാമൂഹിക മാധ്യമങ്ങളിലും
പ്രത്യേകിച്ച് കൗമാരക്കാർക്ക് ട്രെയിനിങ് നൽകുന്നതിലും കൗൺസിലിംഗ് നൽകുന്നതിലുമൊക്കെ ഏറെ പേരെടുത്ത നിരവധി ആരാധകരുള്ള പിന്തുടർച്ചക്കാരുള്ള ഒരാളാണ് ഫിലിപ്പ് മമ്പാട്. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇയാളാണ് ഇപ്പോൾ പോക്സോ കേസിൽ ആരോപണ വിധേയനായി നിലവിൽ നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാള് മലപ്പുറത്താണ്. ആസ് യു ഓൾ നോ, ഞാനൊരു മലപ്പുറക്കാരനാണ്. പിന്നെ ഇയാൾ പെരിന്തൽമണ്ണ സ്റ്റേഷനിലായിരുന്നു കുറേ കാലം. സോ കുറേ അധികം ഡീറ്റെയിൽസ് കിട്ടാൻ എനിക്ക് അത്ര എന്തുണ്ടാവില്ല, റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാലമായിട്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന ഗിമിക്കുകൾ കാണുമ്പോൾ അവരെക്കുറിച്ച് വേറെ ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ പിന്നെ അവർ കാണിച്ചു കൂട്ടുന്ന ഗിമിക്ക് കാണുമ്പോൾ ഇതൊന്നും തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയവരിൽ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ വ്യക്തി എന്നുള്ളത്. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ പേരിൽ നിങ്ങൾ വന്നിരുന്ന് എന്നെ കുറേ പൊങ്കാലിട്ടാലും എനിക്ക് വിഷയമുള്ള കേസല്ല. ഓക്കെ. പിന്നെ ഈ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൻ്റെ വിഷയങ്ങളൊന്നും ഞാൻ ഇങ്ങോട്ട് വലിച്ചഴിച്ച് കൊണ്ടുവരുന്നില്ല. ഫിലിപ്പ് മമ്പാടിൻ്റെ അതെന്താന്നുള്ളത് അത്യാവശ്യം ഇയാളെ അറിയുന്ന ആളുകൾക്കും ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയുന്നവർക്കും റിയാലിറ്റി ഷോയിൽ കണ്ട അതല്ല കേട്ടോ, അതിന് ശേഷം സംഭവിച്ച കുറേ അധികം കാര്യങ്ങൾ ഇയാളുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വന്നിരുന്ന് ഈ മോട്ടിവേഷൻ, അൾട്രാ പ്രോ മാക്സ് മോട്ടിവേഷൻ ഒക്കെ പറയുമ്പോൾ അതങ്ങനെ സംഭവിക്കാൻ ആദ്യം അവിടെ മോട്ടിവേഷൻ കൊടുക്കേണ്ടിയിരുന്നു വീട്ടിനകത്ത് എന്നുള്ളൊരു ഒരു വർത്തമാനം കൂടി നാട്ടിൽ പാട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിലുള്ള കൺഫ്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് പലരും പറയുന്നത് ഈ പെൺകുട്ടിയെ കൊണ്ട് നടന്നപ്പോൾ, 16 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ട് നടന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പാരൻസ് ഇതൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമായിട്ട് പലരും വരുന്നുണ്ട്. പിന്നെ കമൻറ്റ് ബോക്സിനകത്തു കൂടി പോകുന്നത് ഇങ്ങനെയാണ്: ലഹരിക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വ്യാജ കേസ് കൊടുത്ത് ലഹരി മാഫിയയെ ഇങ്ങേരെ പൂട്ടി, സർക്കാരിൻ്റെ പല കാര്യങ്ങളും എതിർക്കുന്നത് കൊണ്ട് അങ്ങനെ ആ രീതിയിലൊരു ലോക്ക് ഇദ്ദേഹത്തിന് വന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും അങ്ങനെ കുറേ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയാണ് ഈ 16 വയസ്സുകാരി എന്നുള്ളതും കൂടിയും പുറത്ത് ന്യൂസിൽ വന്നതോട് കൂടിയിട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടി, സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയാണോ, കേൾക്കാൻ പറ്റാത്ത കുട്ടി, എന്ത് തരം എന്ന് അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളാണ് ഇവിടെ സർക്കുലേറ്റ് ആവുന്നത്. ഇതല്ലാതെ പിന്നെ കുറേ PR ടീമുകൾ ഇറങ്ങി തിരിച്ച് ഇത് 2002 കേസാണ്, 2005 കേസാണെന്നൊക്കെ ഉള്ള കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടു തുള്ളാൻ നിൽക്കരുത്. ഇത് 2025 നടന്ന കേസാണ്. ആൻഡ് ഈ ഒരു കേസിൻ്റെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ എനിക്കറിയാവുന്നൊരു കാര്യം പറയാം. ഈ കുട്ടിയുടെ ഈ കേസ് ഇപ്പോൾ സ്കൂളിൽ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞ, കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ ഈ വിഷയം പറഞ്ഞ ഈ കുട്ടിയുടെ വീട്ടുകാർ ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ അടുത്ത് ഈ കുട്ടിയെ വിട്ടിട്ട് പോയതാണ്. അതായത് ഈ കുട്ടിക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ കുട്ടിയെ കറക്റ്റായിട്ട് കൗൺസിലിങ്ങും ക്ലാസ്സും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്ലിയർ ആക്കാം എന്നുള്ളതിൻ്റെ പേരിൽ ഈ കുട്ടിയെ ഫിലിപ്പ് മമ്പാടിൻ്റെ അടുത്ത് ഇവർ നിർത്തിയിട്ട് പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ഫിലിപ്പ് മമ്പാട് പല ക്ലാസ്സുകളും പല സ്ഥലങ്ങളിലും പോകുന്ന വഴിക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയത് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ പാരൻസിനോടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ, ആ ജോത്സ്യൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ, മുരാരി തന്ത്രിയുടെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പാരൻസിൻ്റെ കാര്യത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ടേ നിങ്ങളെ മക്കളെ റെഡിയാക്കാൻ പറ്റും. ഒരു പാരൻറ്റിനെ ഒരു കുട്ടിയെ റെഡിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ, ഒരു സർട്ടിഫൈഡ് ഡോക്ടർ അടുത്ത് നിങ്ങൾ അതിന് പിന്നെയും ക്രെഡിബിലിറ്റി കാണും. അല്ലാതെ നിങ്ങൾ 4 റീൽസും 10 മോട്ടിവേഷനും അല്ലെങ്കിൽ 2 പ്രവചന പ്രമോഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് അതിമാനുഷികമായ അല്ലെങ്കിൽ ദൈവീകമായ അൾട്രാ പ്രോ നന്മമരങ്ങളായ റീൽസ് കാണുന്ന അല്ലെങ്കിൽ വീഡിയോസ് കാണുന്ന സോഷ്യൽ മീഡിയ ഫേസുകളുടെ അടുത്ത് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി അങ്ങോട്ട് കൊണ്ടുപോയി വിടുന്ന സമയത്ത് നിങ്ങളാണ് അവിടുത്തെ ഫസ്റ്റ് തെറ്റുകാർ. നിങ്ങളെ കൊണ്ട് സാധിക്കണം, നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ സപ്പോർട്ട് വേണമെങ്കിൽ എടുത്തോ. അല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ്ലി അങ്ങനെ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നടയിരുത്തി പോരരുത്. തെറ്റാണത്. ഇവിടെ സംഭവിച്ചതാണ് പെൺകുട്ടിയുടെ പാരൻസ്. ഇതിനിടയിൽ ഞാൻ ഒരു ഭയങ്കര അട്രോഷ്യസ് ആയിട്ടുള്ളൊരു കമൻറ്റ് കണ്ടു. ഈ പെൺകുട്ടിയുടെ 2ആനമ്മയാണ് കേസ് കൊടുത്തത്, അവർ പണം ചോദിച്ചിട്ടാണ് എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റൊക്കെ ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിലെ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ബാക്കി ഫുൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാ
പ്രോ മാക്സ് ലെവൽ ഓഫ് മോട്ടിവേഷനാണ് ഈ വ്യക്തി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അറസ്റ്റിലാവുന്നതിൻ്റെ കഴിഞ്ഞ ദിവസം ഹർത്താലിൻ്റെ ദിവസം പോലും ഈ വ്യക്തിയിട്ട വീഡിയോ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. സത്യത്തിൽ ഇന്ന് ഹർത്താലൊക്കെ ആയതുകൊണ്ട് ഇന്ന് വാഹനങ്ങളോടത്തുകൊണ്ട് ഇവിടെ വീട്ടിലിരുന്നപ്പോൾ വെറുതെ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഈ സെറ്റിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് പുറത്തോട്ടേക്ക് നോക്കിയിരിക്കുന്ന തൊട്ട് മുന്നിലുള്ള റോഡാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ കുട്ടികളൊക്കെ 14, 12, 14 വയസ്സുള്ള പിള്ളേരൊക്കെ സൈക്കിളോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിലത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ പേര് കുറച്ച് വന്നപ്പം എൻ്റെ അടുത്ത വീട്ടിലെ പ്രദീപിൻ്റെ മോന് ഇങ്ങനെ കയ്യിൽ 2 മാങ്ങയൊക്കെ ഇട്ട് വരുന്നുണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കടിച്ചുകൊണ്ട് വെയിലത്ത് ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ. അപ്പോൾ നെറ്റി മൊത്തം വേർപ്പാണ്. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ശാന്തർ ചിന്തിച്ചു, ഈ 14-15 വയസ്സ് കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേന്ന്. പക്ഷെ ഇപ്പൊക്കെ നമുക്ക് ഏകദേശം നമ്മുടെ ഈ 50നോടൊക്കെ നമുക്ക് അടുക്കുമ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ പഴയ കാലത്തിലേക്കൊക്കെ നമ്മൾ പോകാതെ ആ കാലത്തിനെ ശരിക്കും നമ്മൾ കണ്ണടച്ച് നമുക്ക് ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസുഖമുണ്ട് മനസ്സിൽ. നമ്മളൊക്കെ പറയും പണ്ട് ഞാൻ പാട്ട് പാടുമായിരുന്നു, പണ്ട് ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു, പണ്ട് ഞാൻ കുറേ യാത്ര പോകുമായിരുന്നു, പണ്ട് ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു, പണ്ട് ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നൊക്കെ. ശരിക്കും പണ്ട് എന്ന് പറയുന്നത് യുഗാന്തരങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടമൊന്നും അല്ലല്ലോ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഈ പ്രവൃത്തികളൊക്കെ ചെയ്തൊരു കുട്ടി നമ്മുടെ ഈ ഹൃദയത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയില്ലേ പ്രായം? അങ്ങനൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് കയറി പണ്ട് പാടിയ, പണ്ട് ആടിയ, പണ്ട് യാത്ര പോയ, പണ്ട് ഡാൻസ് കളിച്ച, പണ്ട് മഴയത്തിറങ്ങി നൃത്തം ചെയ്ത ആ കുട്ടി ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഒന്ന് കയറിയ കൈ പിടിച്ചൊന്ന് പുറത്തോട്ട് വന്നിട്ട് ഒന്ന് ഡാൻസ് കളിക്കുന്നേ, നന്നായിട്ട് ചിരിക്ക്, നന്നായിട്ട് കുഞ്ഞടുത്തുള്ള കുന്നിൻ പുറത്തേക്കൊക്കെ ഒരു യാത്രയൊക്കെ പോകും. കുറേ നല്ല ഓർമ്മകളൊക്കെ നമുക്കുണ്ടാവട്ടെ. കുറച്ച് കാലമൊക്കെ നമ്മളിങ്ങനെ പോവുള്ളൂ. 50-60 മറ്റാരുടെയോ നിയന്ത്രണത്താൽ നമ്മുടെ അധികാരത്തിൻ്റെ ചെങ്കോലുകളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇടത്ത് മറ്റൊരു തലമുറ നമ്മുടെ ഭരണം ഏറ്റെടുക്കും. കേട്ടല്ലോ, ഇതാണ് ഇയാളുടെ ഒരു ലെവൽ ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് കേൾക്കുന്ന കാണുന്ന ഏതൊരു വ്യക്തിയും ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഫേസ്ബുക്കിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 45+ ആളുകളാണ് കൂടുതലായിട്ട് ഫേസ്ബുക്കിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാത്ത ഏജ് കാറ്റഗറി, അതിന് താഴെയുള്ള ഏജ് കാറ്റഗറിയൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചുമ്മാ വെറുതെ തമാശയ്ക്ക്, കാരണം ന്യൂസ് പിടിക്കാനും അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദാറ്റ് യൂണിവേഴ്സ് അറിയാൻ വേണ്ടി മാത്രം അവിടെ പോയി വരുന്ന ആളുകളാണ്. ബട്ട് 45 എബോവ് എല്ലാവരും, 45 എബോവ് എന്ന് വേണ്ട, 40+, 35+ ഒക്കെ അതിനകത്തുണ്ട്. ഇവർ ഇത് കേൾക്കുമ്പോൾ എന്താ, അതായത് ഞങ്ങൾക്ക് പ്രായമായി തുടങ്ങി, അപ്പോൾ ഇങ്ങനത്തെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ അതിൽ മോട്ടിവേറ്റഡ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കൊരു ഉറപ്പില്ല. എനിക്കിതൊന്നും കേട്ടാൽ മോട്ടിവേറ്റഡ് ആവുന്നില്ല. ഓക്കെ, ഞാനാവാൻ പോകുന്നില്ല. കാരണം ഇങ്ങനത്തെ മോട്ടിവേഷൻ ഇരുന്ന് തള്ളാൻ ഇപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടി. ചുമ്മാ ഇരുന്നാണ്ട് മോട്ടിവേഷൻ അടിച്ചു കിട്ടും. ഞാൻ തന്നെ പല വീഡിയോസിലിരുന്ന് മോട്ടിവേഷൻ അടിച്ച് തള്ളി വിടാറുണ്ട്. ഭയങ്കര ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതൊരു തൊഴിലായിട്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളത് ആരും റിയലൈസ് ചെയ്യുന്നില്ല. അവിടെയാണ് പ്രശ്നം. പോലീസായി ഇരുന്നുകൊണ്ട് സൊസൈറ്റിയെ എന്ത് ചെയ്യാം, സെർവ് ചെയ്യാൻ പറ്റുന്ന, പബ്ലിക് സർവൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, അത്രയും എന്താ പറയുക, പബ്ലിക് സർവൻ്റ് എന്നുള്ള രീതിക്ക് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു യൂണിഫോം ഇട്ടിരുന്ന വ്യക്തി അത്യാവശ്യം സാലറിയും കാണും ഇവിടെ. അതിന്ന് മാറി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു മോട്ടിവേറ്റർ എന്നുള്ളൊരു ആ ഒരു കുപ്പായം എടുത്തിട്ട്, കാക്കി കുപ്പായം എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് ഏണിങ്സ് വരുന്നുണ്ട്. ഇയാളതൊരു പക്ക പ്യുവർ ചാരിറ്റി എന്നുള്ളതിലുപരി അയാൾക്ക് അതിന് ഏണിങ്സ് കൃത്യമായിട്ട് അളവിൽ വരുന്നുണ്ട്, പ്രമോഷൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ സൊസൈറ്റിക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ലഹരിക്കെതിരെ ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങാം, അല്ലെങ്കിൽ ലഹരിക്കെതിരെ സംസാരിക്കാം, അതൊക്കെ നല്ല കാര്യമാണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ഒന്നുമില്ല. ഇപ്പോൾ പലരും ഇയാളോടൊരു സഹതാപം, ഒരു സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നു. അയ്യോ സാർ എല്ലാം ഇട്ടെറിഞ്ഞ്, പോലീസ് ജോലി വരെ ഇട്ടെറിഞ്ഞ് ഈ ഒരു പ്രൊഫഷന് വന്നു. നിങ്ങൾ അങ്ങനെ പലരെ കുറിച്ചും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദേ ആർ മച്ച് മോർ ബ്രില്യൻ ദാൻ യു. മനസ്സിലായി? അവർ നിങ്ങളെക്കാൾ വളരെ വളരെ ബുദ്ധിമാന്മാരാണ്. കാണുന്ന വ്യൂവേഴ്സ് പലരും പല രീതിയിലും ഇങ്ങനത്തെ നന്മപരം ചാരിറ്റി ഓളികളെ കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ അൾട്രാ മോട്ടിവേഷൻ പറയുന്നവരെ കുറിച്ച് ചിന്തിക്കുന്ന എന്താ പറയുക, നിന്നെ കൊണ്ട് പറ്റുമോ, നീ ഒരു പോലീസായിട്ട് ആ ലൈഫ് മാറ്റിയിട്ട് നിന്നെ കൊണ്ട് പറ്റും. ബാക്കിയുള്ളവരെ ഇതായത് ഇവരെ കുറിച്ചുള്ള റിയാലിറ്റി പറയുമ്പോൾ നമുക്ക് വരുന്ന ചോദ്യം, റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കണം. ഈ വ്യക്തി തന്നെ ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം 2,16,000 രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ്. അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് 2,62,000 രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ്. ഞാൻ ഏകദേശം ഒരു 70 ലക്ഷം രൂപ ഏകദേശം ഒരു 3 years കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ റീൽസുകൾ, എൻ്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പം നിലവിൽ ഞാൻ പോലീസുകാരനല്ല. കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് VRS എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട്, 100 SIമാരുണ്ട് പല സ്റ്റേഷൻ. അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖമാണ്, PM ഇല്ല, ഇൻക്വസ്റ്റ് ഇല്ല, ഡ്യൂട്ടി ഇല്ല, നിനക്ക് ട്രാഫിക് ഇല്ല, ഫയലില്ല, കേസ് എൻക്വയറി ഇല്ല, മറ്റു സ്റ്റേറ്റിൽ പോകണ്ട, നിനക്ക് ആരാൽ നിയന്ത്രണമില്ല, നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ കത്തിക്കയറുന്നൊക്കെ പറയും. എൻ്റെ ഒപ്പമുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും എടാ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക മടുത്തണമെന്നൊക്കെ പറയും ഇങ്ങനെ. പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ല വന്നത് കേട്ടോ. ഞാൻ പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു 6 months വരെ പെരുന്തമണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ VRS എഴുതി കൊടുത്തത്. കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ മൂലം പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് VRS നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. കുറച്ച് പെൻഡിങ് വെച്ചു. നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം, ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 85,000 രൂപ മാസം ശമ്പളം കിട്ടും. പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള NCC SPCകൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിലും ആ പെരുന്തമണ പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ VRS എടുത്തത്. ഒരുപാട് പേര് എന്നോട് പറയും സാർ ആ പോലീസ് നിങ്ങൾ ആ യൂണിഫോം അഴിക്കരുതായിരുന്നു, നിങ്ങൾ ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടമുണ്ട്. നിങ്ങൾ കേട്ടില്ല, അതായത് മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം പോലീസിൽ നിന്ന് മാറി വന്നപ്പോഴും ഈസ് ഏർണിങ്. സോഷ്യൽ മീഡിയ വഴി അയാൾ കാശുണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? അയാൾ അങ്ങനെ എന്താ പറയുക, എല്ലാം ത്യജിച്ച് ജീവിതം മൊത്തം അങ്ങോട്ട് മാറ്റിവെച്ച് സൊസൈറ്റിയെ അങ്ങോട്ട് നല്ല രീതിയിൽ നയിക്കാനും കുട്ടികളെ അങ്ങോട്ട് നല്ല രീതിയിൽ നയിക്കാനും വേണ്ടി ഇറങ്ങി എന്നുള്ളത് കംപ്ലീറ്റ്ലി നോ. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉള്ള പോലെ കാശ്, ഇൻകം, പ്രമോഷൻസ്, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ്, എവറിത്തിങ് മനസ്സിലായില്ലേ? ഇപ്പോൾ സത്യത്തിൽ അയാൾ പോലീസുകാരനായി ഇരുന്നു കൊണ്ട് തന്നെ ഈ ലഹരിക്കെതിരെ അയാൾക്ക് കൂടുതൽ എന്ത് ചെയ്യാമായിരുന്നു, പ്രവർത്തിക്കാമായിരുന്നു. കാരണം അതിനൊരു പവർ കൂടുതലാണ്. പോലീസുകാരനായി ഇരുന്നു കൊണ്ട് തന്നെ സർവീസ് കഴിയുന്നത് വരെ സൊസൈറ്റിയെ സർവ് ചെയ്യുക എന്നുള്ളത് അതൊരു വേറെ സംഗതിയാണ്. അത് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അതിനൊരു വേറെ പവറുണ്ട്. അതൊരു സെൽഫായിട്ടൊരു പോലീസുകാരന് കിട്ടുന്ന ഒരു തരം സാറ്റിസ്ഫൈഡ് ഫീലിംഗ് ആണ്. അത് എല്ലാവരും മുന്നിലും കാണിച്ച് ഷോ ഓഫ് കാണിക്കാൻ ചിലപ്പോൾ എല്ലാ പോലീസുകാർക്കും പറ്റുന്നില്ല. അങ്ങനത്തെ ഇഷ്ടംപോലെ ഹീറോസ് പോലീസിലുണ്ട്, മനസ്സിലായോ? പക്ഷെ ഇത് വേറെ ഗെയിമാണ്. ഇത് ഡെഫിനറ്റ്ലി അവർക്ക് ഇത്ര എന്താ പറയുക കഠിനമായ സർവീസ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചും കൂടി ഈസി ആയിട്ട് അദ്ദേഹത്തിന് മോട്ടിവേഷൻ എന്നുള്ളൊരു സംഗതി ബിസിനസ് ചെയ്യാൻ അറിയാമെന്നുള്ളത് അദ്ദേഹം തന്നെ ഫോണിലൂടെ മോണിറ്റൈസേഷൻ്റെ മാസമുള്ള വരുമാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇവിടെ പല നന്മ അല്ലെങ്കിൽ മോട്ടിവേഷൻ ചാരിറ്റി ചെയ്യുന്നവർക്കൊക്കെ എൻഡ് ഓഫ് ദ ഡേ അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഇതാണ്. അവർ സൊസൈറ്റിക്ക് ഇങ്ങോട്ട് ഭയങ്കര അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഇപ്പോൾ ഇങ്ങനൊരു മോട്ടിവേഷൻ സൊസൈറ്റിയെ അങ്ങോട്ട് ഭയങ്കര ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ഇവരാരും പൈസ മേടിക്കാതെ ഒരു വർക്കും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എണ്ണം എത്രയായിരിക്കും? ഒരു പ്രൊമോഷൻ ആണെങ്കിൽ അതിൻ്റെ ആശയം ഇങ്ങനെ പ്രൊഫൈലിലേക്ക് കയറി വയ്ക്കിയത് ഇഷ്ടംപോലെ പ്രൊമോഷൻസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് അതിനൊക്കെ ഒരു ഹെൽത്തി ഇനഫ് പേയ്മെൻറ്റ് വരെയൊക്കെ മേടിച്ചു കാണും. എങ്ങനെയാണ് സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി കൂടുക എന്നുള്ളത് പറയുക. അതായത് ഒന്നും വാങ്ങാതെ സൊസൈറ്റിക്ക് വേണ്ടി ഒരു കാര്യം അത് ചെയ്യുമ്പോൾ അത് സൊസൈറ്റിക്കാന്ന് വിചാരിച്ച് നമ്മളെ ബാക്കി ബെനിഫിറ്റ്സ് ഒക്കെ മാറ്റി വെച്ച് ഇറങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഫെയിം ഇല്ല, അല്ലെങ്കിൽ ഇതേപോലെ വിസിബിലിറ്റി ഇല്ല, അവരതിൽ താല്പര്യപ്പെടുന്നുമില്ല. മനസ്സിലായില്ലേ? ഇത് അങ്ങനെയാണ്. അപ്പോൾ ഇതെന്താ പറയുക, ഞാൻ ഇതൊക്കെ പറയാൻ കാരണം പല ആളുകളും എന്താ പറയുക ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയിലൂടെ പോകുന്നുണ്ട് സൊസൈറ്റിയിൽ. ഈ റീലിൽ കാണുന്നതൊക്കെ റിയാലിറ്റിയാണ് എന്നുള്ളത്. അതൊക്കെ നിങ്ങളെന്താ പറയുക ചിന്തിച്ച് തുടങ്ങണം. ഇനി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. ചില ആളുകളുടെ ഓവർ വിനയം, ഓവർ നന്മ,
ഓവർ അവരുടെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവർക്ക് മുകളിലെടുത്ത് വെക്കും. ഈ വ്യക്തിയുടെ കാര്യത്തിൽ എസ്പെഷ്യലി എനിക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാൻ കാരണം കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായ എൻ്റെ റിലേറ്റീവ് കൂടിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് മാനസികമായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരാളായിരുന്നു. ആ വ്യക്തിയുടെ ഫാമിലി ആ വ്യക്തിയെ നന്നാക്കാനും ഉപദേശിക്കാനും വേണ്ടി ഈ ഫിലിപ്പ് മമ്പാടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തിയുമായിട്ട് ആ പയ്യനുമായിട്ട് ഇയാൾ സംസാരിച്ചു തുടങ്ങുന്നു. പിന്നെ അത് ഇയാളെ ഒരു കൈൻഡ് ഓഫ് ആദ്യം ഒന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഇവനോടൊന്ന് എന്താ പറയുക, ഫാമിലിയുടെ ഭാഗത്ത് നിന്നാട്ടോ സംസാരിക്കുന്നത്. ആ വ്യക്തി എന്താണെന്നുള്ളത് അറിയാനും ആ വ്യക്തി ആ ഫാമിലിയിൽ നിന്ന് അനുഭവിക്കുന്നത് എന്താണെന്നുള്ളതും ആ വ്യക്തിക്ക് സൊസൈറ്റി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ക്രൂരതകൾ എന്താണെന്നുള്ളതൊന്നും ഇയാൾക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള നിലയിൽ അന്നൊക്കെ ഇയാൾ എനിക്ക് തോന്നുന്നു പോലീസിൽ തന്നെ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആളുകളായിട്ട് ഈ ഇത് ഇയാളെ മോൾഡ് ചെയ്ത് വന്നത് പോലീസിൽ തന്നെയാണ് ഇയാൾ. ഓക്കെ, ആ സർവീസിലിരിക്കുന്ന സമയത്തിന് ഇയാൾക്ക് ഇങ്ങനത്തെയൊക്കെ ചെറിയ പരിപാടികളുണ്ട്. നാട്ടിൽ അത്യാവശ്യം ചോദിച്ച ആൾക്കാരോട്, മലപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരോടും പോലീസുകാരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ആ സുഹൃത്തിനെ വീട്ടിൽ വരുന്നു, ഇയാൾ സംസാരിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ മൂപ്പരിക്ക് പിന്നെ മോട്ടിവേഷനും ഇല്ല, ഈ കൊണ്ടുവന്നത് എന്തിനാന്നൊന്നുമില്ല, അങ്ങോട്ട് ഭീഷണി. മനസ്സിലായോ? ഈ മര്യാദയ്ക്ക് വീട്ടുകാരനുസരിച്ച് വിട്ടിരുന്നില്ലെങ്കിൽ നീ പുറത്തിറങ്ങില്ല, എന്നെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും മറ്റേതാക്കും. അങ്ങനെ ഭയങ്കരമായിട്ടൊരു ആ വ്യക്തി ഒരു ട്രോമയിലേക്ക് തള്ളിയിട്ട് ഇറങ്ങിപ്പോയൊരു മനുഷ്യനാണ് ഇയാൾ. ഇയാൾ ഇറങ്ങിപ്പോയതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഈ വ്യക്തി എന്നെ വിളിച്ചെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും നമുക്ക് ഇതാരാന്നൊന്നും അറിയില്ല. പിന്നെയാണ് ലേറ്റർ ഓൺ ഇങ്ങനത്തെ ഇയാളുടെ ഈ ഒരു ഫേസിലൊക്കെ വരുന്ന സമയത്തൊക്കെ ആ വ്യക്തി വീണ്ടും എന്നോട് പറയാറുണ്ട്, പിന്നെ ഇവൻ്റെ മോട്ടിവേഷൻ ഞാൻ അനുഭവിച്ചാണ് കുറേ, ഞാൻ അത്രയും ട്രോമയിലായി പോയിരുന്നു ഒരു സമയത്ത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് അങ്ങനെ അറിയുമായിരിക്കും ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. എന്നാണെങ്കിൽ അതൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. ഒരു കുട്ടി സ്കൂളിലെ കൗൺസിലിങ്ങിൻ്റെ ഇടയിലാണ് ഈ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളതും അതിൽ നിന്നാണ് അത് കേസായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്കൂളിലെ കൗൺസിലിങ്ങിൽ നിന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളൊരു എലമെൻറ്റ്. ഇപ്പോൾ പലരും പറയുന്നത് ഇയാളെ പെടുത്താൻ വേണ്ടി ഒരു ഗൂഢാലോചന എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാവുന്ന ഒരു എലമെൻറ്റ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കാരണം ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ പിടിക്കും, കേസ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. പിന്നെ ഫിലിപ്പ് മമ്പാട് എന്ന് പറഞ്ഞ ഫിഗറിനെതിരെ പോലീസിൽ തന്നെ ഒരു കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് എടുത്ത് അയാളെ അറസ്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യം പോലീസുകാരുടെ ഇടയിൽ, ഹയർ അതോറിറ്റീസിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ ഗ്രിപ്പുള്ള ഒരാളാണ് ഈ വ്യക്തി. ഓക്കെ, അപ്പോൾ പോലീസുകാർ തന്നെ കൃത്യമായിട്ട് ഇയാൾ ആ കേസ് നിലനിൽക്കും അല്ലെങ്കിൽ ആ കേസിൽ ഇയാൾക്കൊരു അറസ്റ്റ് വേണം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇതിലെന്തെങ്കിലും വേറൊരു ചതിയുടെ അല്ലെങ്കിൽ വഞ്ചനയുടെ ട്രാപ്പിൻ്റേതായിട്ടുള്ളൊരു എലമെൻറ്റ് അത് കുറച്ചൊന്ന് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ കംപ്ലീറ്റ്ലി അത് മാറ്റി വെക്കാൻ ഞാൻ പറയില്ല, കാരണം ഞാൻ തന്നെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിർത്തി തർക്കം വന്നാലടക്കം കേസ് കൊടുത്തു പോകുന്ന ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, അങ്ങനെ ട്രാപ്പാക്കുന്ന പരിപാടികളും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, ഇല്ലാത്തൊരു വിഷയമല്ല. മനസ്സിലായോ? പിന്നെ ചിന്തിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ചിന്തിക്കാം, ലഹരിക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ അയാളെ ലഹരി മാഫിയ കുടുക്കിക്കൂടെ എന്നുള്ളത് ചിന്തിക്കുന്നവർക്കും ചിന്തിക്കാം. പക്ഷേ ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം എല്ലാ സ്റ്റേഷനിലും അല്ലെങ്കിൽ എല്ലാ ഹയർ അതോറിറ്റീസിലും നല്ല പരിചയമുള്ള ഒരു പോലീസുകാരനായിരുന്നു ഈ വ്യക്തി. പോലീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഈ വ്യക്തിക്ക് അത്യാവശ്യം കണക്ഷൻസ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പോലീസുകാർ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവരിപ്പോൾ ഈ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ പാരൻസോ ഒറ്റയടിക്ക് പോയിട്ടൊരു കംപ്ലയിൻറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുത്തതോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ വേറെ എവിടെയെങ്കിലും ഇട്ടതോ അല്ല. സ്കൂളിലെ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ കുട്ടി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അവിടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പാരൻസ് ഇയാളുടെ അടുത്ത് ഈ കുട്ടിയെ ഏത് സാഹചര്യത്തിൽ കൊണ്ടുവന്നാക്കി, അങ്ങനെ ഇനി ഇയാളുടെ അടുത്ത് നിന്ന് കൗൺസിലിംഗ് എടുത്തു പോകുന്ന കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ്? അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം മുൻകാലങ്ങളിൽ നേരിട്ട ആളുകളുണ്ടോ? അല്ലെങ്കിൽ ഇതെങ്ങനെ അയാൾക്ക് ആ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റി, അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഇയാൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോലീസുകാർ ഇവിടെ അന്വേഷിക്കണം.
ഈ ഒരു കോൾ ഔട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോലീസുകാർ അന്വേഷിക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ബ്ലൈൻഡായിട്ട് ഒരു സൈഡിൽ നടക്കുന്ന PR വർക്കുകൾ, അതായത് ഇയാൾ ഇങ്ങനെയാണ്, ഇത്രയും നന്മ ചെയ്യുന്ന ഒരാളാണ്, 2002 2005 എന്നുള്ള മിസ്ലീഡിങ് സാധനങ്ങളും അതും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിലങ്ങോട്ട് മിസ്ലീഡായി പോകരുത്. കൃത്യമായി ന്യൂസും കാര്യങ്ങളും അനലൈസ് ചെയ്യാനൊക്കെ നിങ്ങളെ കൊണ്ടും പറ്റണം. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. നിങ്ങൾക്കും കിട്ടാത്ത പരിപാടികളൊന്നും ആയിരിക്കില്ല. അത്യാവശ്യം ഇപ്പോൾ മലപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ അന്വേഷിച്ച് അറിയുമായിരിക്കുമല്ലോ. അപ്പം എന്താണെങ്കിലും ഫിലിപ്പ് മമ്പാടി ഞാൻ പറഞ്ഞല്ലോ, അൾട്രാ പ്രോ ലെവൽ ഓഫ് ഈ പറഞ്ഞ മോട്ടിവേഷൻ കൊടുക്കുന്ന, അത് മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ആളുകളെ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ എടുത്താൽ തന്നെ ഇയാളെ കിട്ടാനും, ഇയാളുടെ ക്ലാസ്സുകൾ കിട്ടാനും, ഇയാളുടെ ഒരു സെഷൻ കിട്ടാനൊക്കെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, അത് ഇയാളുണ്ടാക്കിയ ഈ സോഷ്യൽ മീഡിയ, ആ പോലീസിൽ നിന്ന് മാറി വന്ന് ഈ സെക്ടർ അയാൾ കറക്റ്റായിട്ട് അയാളുടെ സ്കില്ല് ഇംപ്ലിമെൻ്റ് ചെയ്തെടുത്ത കഴിവ് തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇതുപോലുള്ള ചതികൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലൊരു മുഖമുണ്ടോ എന്നുള്ളത് എന്താണെങ്കിലും ഈ കേസ് വന്നതോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ പല കേസുകളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പോലീസ് കേസാവും, കേസിൻ്റെ വഴികൾ വരും, കോടതി പോവും, കഥ മാറും. മനസ്സിലായോ? അങ്ങനത്തെ കേസുകളുണ്ട്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഇതിനൊരു എന്താ പറയുക, രാഹുൽ ഈശ്വർ വേർഷൻ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഇതിൽ ഇറങ്ങാതിരിക്കുന്നില്ല. രാഹുൽ ഈശ്വർ വേർഷൻ വന്നേ പറ്റൂ. ഫിലിപ്പ് മമ്പാടിൻ്റെ ഒരു മോട്ടിവേഷനും കൂടി നമുക്കൊന്ന് കേൾക്കാം. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറയും നിന്റെ റോൾ മോഡൽ ആരാ? ചിലർ പറയും APJ അബ്ദുൽ കലാം, ചിലർ പറയും ആരാന്നൊക്കെ ചോദിച്ചാൽ അല്ലേ KR നാരായണൻ, APJ അബ്ദുൽ കലാം, എബ്രഹാം ലിങ്കൻ എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറയുന്ന നോക്കും അല്ലേ. ചിലൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡലൊക്കെ പറയും. ഇവരോടൊക്കെ ചോദിച്ചാൽ എന്താ അവർ പറയുന്നത്? എൻ്റെ റോൾ മോഡൽ. എന്നാലും കുട്ടിയോട് ചോദിച്ചപ്പോൾ ആരാ മോൻ്റെ ഇഷ്ടപ്പെട്ട ആളെന്ന് വെച്ചാൽ പറഞ്ഞു, ആ പേര് അവിടെ പറയുന്നില്ല, ലൈവ് നടക്കുന്നുണ്ട്. ഏതോ ഒരു ചങ്ങായിൻ്റെ പേരാ പറഞ്ഞത്. അവൻ്റെ പരിപാടിയോ മേത്ത് തുപ്പും, കാർക്കിച്ച് തുപ്പും, തോണ്ടും മാന്തും അല്ലേ. നിങ്ങൾക്കറിയാം എന്താ ഡുപ്പിയോ അതൊക്കെ അവൻ്റെ പേര്. അവനെ ഇഷ്ടം നമ്മുടെ മക്കൾക്ക്. അപ്പോൾ നോക്കണം, വിരുദ്ധമായ ചില പ്രതിഭാസങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ റോൾ മോഡലായിട്ട് ഈ ആൽഫ ജനറേഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം. അവരുടെ സമയത്ത് അവരുടെ കൈകളിൽ നിന്ന് നമുക്ക് ഈ ഫോൺ പിടിച്ചു വാങ്ങാൻ പറ്റൂല. കാര്യം എന്താ? അവർ സൈബർ റിലേറ്റഡുമായി ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളാണ്. എൻ്റെ മകൻ എവിടെ, എപ്പോൾ, ആരുടെ കൂടെ, എങ്ങനെയാകും തിരിച്ചറിയാൻ പറ്റണില്ല അല്ലേ. ലോകം അങ്ങനെ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ആൽഫ ജനറേഷൻ എന്ന് പറയപ്പെടുന്നത് അവർക്ക് ഇന്ന് അവരോട് പറയാൻ പറ്റും, എടാ അസമയത്ത് ഇറങ്ങി നടക്കരുതെന്ന്. ഒരു തിരിച്ചു ചോദിക്കും, അസമയോ? അങ്ങനെ സമയം ഉണ്ടോ ഉമ്മ ഉപ്പ? അസമയം ഏതാ? അസമയം ഏതാ? എല്ലാം നല്ല സമയമല്ലേ. 18 വയസ്സായി ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. അവിടെ 18 വയസ്സാകട്ടെ, ഞാൻ കാട്ടിത്തരാം അല്ലേ. 18 വയസ്സായി ഞാൻ കാത്തിക്കുക കുറച്ച് ആൾക്കാർ. ആ 18 വയസ്സായി നിങ്ങൾ വളർത്തിയാൽ മതി എന്നർത്ഥം അല്ലേ. രാത്രി പകലാക്കുന്നു, പകല് രാത്രിയാക്കുന്നു. ഏതെങ്കിലും മക്കൾക്ക് വിശ്വാസം ഉണ്ടോ? ഇപ്പോൾ സത്യം ഉണ്ടോ? വെള്ളിയാഴ്ച ദിവസം ജുമ നടക്കുമ്പോൾ പള്ളിയുടെ അടുത്ത് പോയി ഒരു ഒബ്സർവേഷൻ നടത്തി നോക്ക്. നിങ്ങൾ ആദ്യം പള്ളി കയറരുത്, നിങ്ങൾ ഏറ്റവും പുറകിൽ നിൽക്കുക ഒരു വെള്ളിയാഴ്ച. എന്നിട്ട് നോക്കുക കുട്ടികൾ എന്താണെന്ന്. ഒരൊറ്റ ഒന്ന് പള്ളി കറക്റ്റ് സമയത്ത് കയറൂല. എല്ലാ വാച്ചിലൊക്കെ നോക്കിയാൽ പീക്ക് ടൈമിൽ ബൈക്കിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ചൊറിഞ്ഞ് ലാസ്റ്റ് മെസ്സേജ് കിട്ടി, അതിന് മെസ്സേജ് ഇങ്ങോട്ട് കിട്ടണം. എന്നിട്ട് അതിനും കൂടെ ഒന്നും കൂടെ അയക്കും, ലാസ്റ്റ് അതും കിട്ടണം. അപ്പോൾ അത് അങ്ങോട്ട് നോക്കും പള്ളിക്ക്. കുറേ കടയുടെ പുറകിൽ, കുറേ ബൈക്കിനകത്ത്, കൈപ്പിൻ്റെ പുറകിൽ, തെങ്ങും മൂട്ടിൽ ഇല്ല, കോണിക്കൂടിൻ്റെ അടിയിലൊക്കെ ആൾക്കാരെ കാണാം. ജെൻസി കുട്ടികളെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ അവരിലെ ലഹരി ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചു, അവരുടെ ഫോൺ അഡിക്ഷനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ അങ്ങനെയുണ്ട് ഈ വ്യക്തിയെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ വ്യക്തി അമ്മയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര അത്യാവശ്യം ഈ പറഞ്ഞ മാതിരി കേട്ടപ്പോൾ കൊള്ളാലോ എന്ന് തോന്നിയ സാധനങ്ങളായിരുന്നു. ഇയാളുടെ റിയാലിറ്റി ഷോ സമയത്തൊക്കെ ഉള്ളത്, ഇപ്പോൾ സ്നേഹയോട് ചോദിച്ച സമയത്ത് സ്നേഹ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് $10 ലൈക്ക് ഇറലവൻ്റ് ഐറ്റങ്ങളാണ്. ബട്ട് ഞാൻ പറയുന്നത് എപ്പോഴും ഇയാൾ ഈ കുട്ടികൾ സെക്ടറിലായിരുന്നു ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളത്. ഇയാളുടെ മോട്ടിവേഷൻ പരിപാടികൾ, സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കേസ് വരാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സംശയിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ആ സംശയം വെച്ച് നിങ്ങൾക്ക് ഇരിക്കാം. നോ വറീസ്. സംശയത്തിൻ്റെ ക്ലാരിറ്റി 1-2 ദിവസം കൊണ്ടേ അത് വരാനും പോകുന്നുള്ളൂ. ഇനി അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് എനിക്ക് എൻ്റെ പേഴ്സണൽ കോണ്ടാക്റ്റിലുള്ളൊരു വ്യക്തി, അവരൊരു ടീച്ചർ പറഞ്ഞ കാര്യം, ഈ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചൊരു ടീച്ചർ പറഞ്ഞ കാര്യം, അത് അന്ന് അവർക്ക് അങ്ങനെ ഇയാൾ എന്താണോ ഇപ്പം ഇയാൾക്കെതിരെ കേസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹി ഡിസേർവ്സ് ഇറ്റ് എന്നൊക്കെ ഉള്ള രീതിയിലൊരു ടീച്ചർ
മെസ്സേജ് അയച്ചതിനെ കുറിച്ചൊക്കെ എനിക്ക് പേഴ്സണലി ഞങ്ങളൊരു ടോക്ക് ഇപ്പോൾ നടന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ കൂടി എടുക്കാൻ വരുന്നത്. സോ എന്നെപ്പോലെ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ പലരിൽ നിന്നും നമ്മളിലേക്ക് എത്തിയ ആളുകളുണ്ടാവും, അറിയുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഹിയർസേ ആയതുകൊണ്ട് നമുക്കാർക്കും അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ഓഡിറ്റ് വെച്ച് വന്നിരുന്ന് ഒരു വ്യക്തിക്കെതിരെ എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തിട്ടില്ല. വെരി റെയർ ഓഫ് ദ റെയറസ്റ്റ് സമയത്തെ ഞാനത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത കാര്യങ്ങളിലും ഞാൻ ക്ലിയർ കട്ട് ക്ലാരിറ്റി പിന്നെ കൊടുക്കാറുമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം എന്താ പറയുക, വിശ്വാസമില്ല അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പാന്ന് വിശ്വസിക്കുന്നവർ 2 ദിവസങ്ങൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, 2-3 ദിവസം വെയിറ്റ് ചെയ്യും. നമുക്കും എലമെൻ്റ് ഓഫ് ഡൗട്ട് ഉണ്ട്, ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഒരു 90% എൻ്റെ ഒരു ബോധ്യത്തിൽ ഞാൻ പറയുന്നത്, ഈ കേസിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിലുള്ള സംഭവമാണ്. കാരണം ശാരീരികമായിട്ടുള്ള ഉപദ്രവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തല്ലോ അടിയോ ആ രീതിയിലും ആയിരിക്കാം കേട്ടോ ഇതിനകത്ത്. എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട്, എനിക്ക് ആ ഒരു ആസ്പെക്റ്റും എനിക്ക് ഇതിനകത്ത് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും അത് വലിയൊരു തെറ്റാണ്. ഓക്കെ, അതൊരു വലിയ തെറ്റാണ്. എന്താണെങ്കിലും എന്താണ് മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളും പരിപാടികളൊക്കെ ചെയ്യുമല്ലോ, ചെയ്യാതിരിക്കുകയൊന്നുമില്ല. പോലീസുകാർ ഡെഫിനറ്റ്ലി ആ കാര്യങ്ങൾ ചെയ്യും. ഈ വ്യക്തിയുടെ മൊഴിയെടുക്കും, ഡിജിറ്റൽ രേഖകൾ, അതായത് ഇവർ പറഞ്ഞ സമയത്ത് ആ തീയതിയിൽ ഈ വ്യക്തിയും ആ 16 വയസ്സുകാരിയും ആ സ്ഥലത്തുണ്ടായിരുന്നു, അവരുടെ ബാക്കി ഡീറ്റെയിലുകൾ, പിന്നെ 2025 ആയതുകൊണ്ട് തന്നെ CCTV വിഷ്വൽസും അടക്കം പല കാര്യങ്ങളും ഇതിനകത്ത് പോലീസുകാർക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ ഇതിൻ്റെ കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ന്യൂസുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആസ് ഫോർ മൈ പെർസ്പെക്റ്റീവ്, എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ ഒരു മോട്ടിവേഷൻ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ നന്മമരം മുഖമുള്ള ഒരാളെ 100-100 എന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി ഇയാളുടെ കേസിൽ എനിക്ക് അറിയുന്നതും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഒരിക്കലും ഒരു 100-100 അല്ല. 100-100 പോയിട്ട് ഞാൻ ഈ കേസ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതൊരു 90% ഓക്കെ ഇയാളിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചിരിക്കാം എന്നുള്ളൊരു തോന്നൽ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഒരു 10% ഞാൻ ഇപ്പോഴത്തെ കേസുകളുടെ ഒരു അവസ്ഥ വെച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ രീതിയിലും ആയിരിക്കാം എന്നുള്ളൊരു സ്പേസും ഞാൻ അതിനകത്ത് വിടുന്നുണ്ട്. ഓക്കെ, ഞാൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വിശ്വസിക്കുന്നു, അതായത് 100-100 ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു. കാരണം അങ്ങനത്തെയൊക്കെ കേസുകൾ ഉണ്ടായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇയാൾക്കെതിരെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സാധനമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് കറക്റ്റ് ചെയ്യും. നിങ്ങളെ മുന്നിൽ വന്ന് ഞാൻ തിങ്ക് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളത് പറയാനുള്ളൊരു കാര്യം കൂടി ഞാൻ കാണിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് എനിക്ക് ഫിലിപ്പ് മമ്പാട് കേസിൽ പറയാനുള്ളത്. ഓക്കെ.